സാർ നമസ്കാരം. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വിക്ഷുബ്ധമായിട്ടുള്ള പല രംഗങ്ങൾക്കും ഇന്ന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. അമ്പലപ്പുഴയിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDFന്റെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട ജി സുധാകരൻ ഇതുവരെയും CPMന്റെ നേതൃത്വത്തോട് നേരിട്ട് എതിരിട്ടിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെതിരെ, അതായത് ജി സുധാകരനെതിരെ നിരവധി ആരോപണങ്ങൾ CPM ഉയർത്തിയപ്പോഴും CPMന്റെ സംസ്ഥാന നേതൃത്വത്തോട് അദ്ദേഹം ഒരു അകൽച്ച പാലിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് പിണറായി വിജയനെയോ MV ഗോവിന്ദനെയോ കടന്നാക്രമിക്കുന്ന രീതി ജി സുധാകരൻ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, നിയമസഭയിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പിണറായി വിജയനെ അങ്ങോട്ട് പോയി കണ്ട് ജി സുധാകരൻ നമസ്കരിക്കുന്നതും കുശലം ചോദിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് തന്നെയാണ് ജി സുധാകരൻ എപ്പോഴും പിണറായി വിജയനെ അഭിസംബോധന ചെയ്യാറുള്ളത്. പിണറായി വിജയൻ ജി സുധാകരനെ അഭിസംബോധന ചെയ്തതാവട്ടെ ചെറ്റയെന്നും ചെറ്റത്തരം കാണിക്കുന്ന ആളെന്നുമാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ഇപ്പോൾ പുതിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്, ജി സുധാകരനെ വിമർശിച്ചുകൊണ്ട് MV ഗോവിന്ദൻ ഒരു പത്രപ്രസ്താവന ഇറക്കിയുണ്ടായി. അതായത് പാർട്ടിയുടെ യഥാർത്ഥ തോൽവിക്ക് കാരണം MV ഗോവിന്ദനും പിണറായി വിജയനുമാണ് എന്ന തരത്തിൽ MV ജയരാജന്റെ പ്രസ്താവനയ്ക്ക് TK ഗോവിന്ദൻ മറുപടി നൽകിയുണ്ടായി. TK ഗോവിന്ദന് മറുപടി നൽകുന്ന അവസരത്തിലാണ് പാർട്ടിയിൽ നിന്നും പോയ ആളുകൾ അവരെല്ലാവരും വർഗവഞ്ചകർ തന്നെയാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടൊരു പത്രപ്രസ്താവന MV ഗോവിന്ദൻ നടത്തിയത്. വർഗവഞ്ചകൻ എന്നുള്ള പ്രയോഗം തനിക്കൊരിക്കലും ചേരില്ല എന്നാണ് ജി സുധാകരൻ MV ഗോവിന്ദനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കടന്നാക്രമിച്ചത്. ഞാൻ 13 വയസ്സുള്ളപ്പോൾ പാർട്ടിയിലെത്തിയ ആളാണ്. അവിടെ നിന്ന് പടിപടിയായി പാർട്ടിയിൽ ഉയർന്നു വരികയായിരുന്നു. എനിക്കറിയാം CPM എന്ന പാർട്ടിയുടെ ആദർശം എന്താണെന്നും അതിൻ്റെ സൈദ്ധാന്തിക തലം എന്താണെന്നും. മനുഷ്യർക്ക് മനസ്സിലാകാത്ത രീതിയിൽ സംസാരിക്കുന്ന MV ഗോവിന്ദന് അക്ഷരത്തെറ്റ് കൂടാതെ 10 മിനിറ്റ് സംസാരിക്കാൻ, മലയാളം സംസാരിക്കാൻ അറിയാമോ? മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പാർട്ടിയെ വ്യാഖ്യാനിക്കാൻ MV ഗോവിന്ദൻ അറിയില്ല. MV ഗോവിന്ദനാണ് യഥാർത്ഥത്തിൽ നയവഞ്ചകൻ, വർഗവഞ്ചകൻ, അല്ലാതെ ജി സുധാകരനല്ല എന്ന് MV ഗോവിന്ദനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ജി സുധാകരൻ്റെ ഒരു പ്രസ്താവന ഇന്ന് നമ്മൾ കണ്ടു. അക്ഷരാർത്ഥത്തിൽ CPMനെ കീറി വലിച്ചൊടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു ജി സുധാകരൻ്റേത്. എന്താണ് കമ്മ്യൂണിസം എന്നും എങ്ങനെയാണ് കമ്മ്യൂണിസം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നതെന്നും എങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് കമ്മ്യൂണിസം അകന്നു പോകുന്നതെന്നും അവിടെ MV ഗോവിന്ദനെ പോലുള്ള പാർട്ടി സഖാക്കന്മാർക്ക് എത്രത്തോളം പങ്കുണ്ടെന്നും എത്രത്തോളം ഉത്തരവാദിത്തമില്ലായ്മയുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ജി സുധാകരൻ MV ഗോവിന്ദനെതിരെ ആഞ്ഞടിച്ചത്. എങ്ങനെയാണ് സാർ ഇതിനെ നോക്കിക്കാണുന്നത്? അതായത് ഒരാളെ കൊല്ലുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റും. പക്ഷെ കൊല്ലുകയല്ല, കീറി മുറിച്ച് കൊല്ലുകയായിരുന്നു എന്ന് നമ്മുടെ ജി സുധാകരൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ കുറേ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ് നമ്മുടെ MV ഗോവിന്ദൻ്റെത്. എല്ലാവരും ഒരു പരിഹാസ കഥാപാത്രമാണ് സംസ്ഥാന CPM സെക്രട്ടറി എന്ന് സാധാരണ CPM പ്രവർത്തകർക്ക് പോലും അറിയാം. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാണ് സാധാരണ CPM പ്രവർത്തകർക്ക്. ഇന്ന് ജി സുധാകരൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്കൊന്ന് കേൾക്കാം. കേട്ടല്ലോ ജി സുധാകരൻ പറഞ്ഞത്. അതിലപ്പുറത്തേക്ക് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല, അതിനെ വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെ സുന്ദരമായിട്ട് നമ്മുടെ MV ഗോവിന്ദനെ പറ്റി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കേട്ട് സാധാരണ CPM പ്രവർത്തകർ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാണ് ഈ സൈദ്ധാന്തികൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് പലപ്പോഴും വരട്ട് തത്വശാസ്ത്രം പോലെ വളരെ മോശമായ രൂപത്തിൽ പാർട്ടിയെ പോലും ചിത്രീകരിച്ചുകൊണ്ട് നമ്മുടെ MV ഗോവിന്ദൻ പറയാറുള്ളത്. നമ്മൾക്ക് കേട്ടാൽ തന്നെ അറപ്പും വെറുപ്പുമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് MV ഗോവിന്ദനോടുള്ളത്. കാരണം ആ പാർട്ടിയെ നശിപ്പിച്ച 1ാം സ്ഥാനം പിണറായി വിജയനാണെങ്കിൽ 2ാം സ്ഥാനം MV ഗോവിന്ദനാണ്. അദ്ദേഹം പുറത്തുപോയ പാർട്ടി പ്രവർത്തകരുടെ കാര്യത്തിൽ, 2 MLA-മാരുടെ കാര്യത്തിൽ അവർ വർഗവഞ്ചകനാണെന്ന് പറയുന്ന ആ രീതി ഉണ്ടല്ലോ. ആരാണ് വർഗവഞ്ചകൻ? പാർട്ടിയെ സ്വയം നശിപ്പിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ വർഗവഞ്ചകൻ MV ഗോവിന്ദനാണെന്ന് കൃത്യമായിട്ട് ജി സുധാകരൻ പറയുകയാണ്. അതേപോലെ അദ്ദേഹത്തിന് ഈ പാർട്ടി എന്താണെന്നോ അതിൻ്റെ ആശയം എന്താണെന്നോ എങ്ങനെ സംസാരിക്കണമെന്നോ സൈദ്ധാന്തിക എന്താണെന്നോ അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുന്നതിലൂടെ ഇന്ന് വരെ ഉണ്ടായിരുന്ന MV ഗോവിന്ദനെ കൊലവിളിച്ചു എന്നുള്ളതാണ് സത്യം. അത്രയും പച്ചയായിട്ടാണ് MV ഗോവിന്ദനെ ഇത്രയധികം വലിച്ചു കയറി ഒട്ടിക്കുന്നത്. ഇതുവരെ ആരും ഇത്രയധികം വലിച്ചു കയറി ഒട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിലപ്പുറത്തേക്ക് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം MV ഗോവിന്ദൻ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. കുറച്ച് വകതിരിവ് വേണ്ടേ മനുഷ്യനായിട്ടുണ്ടെങ്കിൽ? മനുഷ്യനായിട്ട് കാണണ്ടേ? ജനങ്ങളെ
തൻ്റെ കീഴിലുള്ള താഴെയുള്ള ആളുകളെ മുമ്പ് ശങ്കരാടി പറയുന്ന പോലെ പാർട്ടി മീറ്റിങ്ങിൽ പറയുന്ന വാചകങ്ങളെ പോലെ പിണറായി വിജയനെ സംരക്ഷിക്കാനും അതേപോലെ MV ഗോവിന്ദൻ്റെ ഭാര്യയെ ഇലക്ഷനിൽ നിർത്താനും അതിന് ഉപവൽഗമമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നതിനും വേണ്ടി പറഞ്ഞ് അവസാനം ജനങ്ങൾ തോൽപ്പിച്ച് ഇട്ടും ഇന്നിട്ടും പാഠം പഠിച്ചില്ല എന്നുള്ളതാണ് കഷ്ടം. ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു, ആ പാർട്ടി അധപ്പതിച്ചതിൻ്റെ കോലമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെയൊക്കെ എന്നോ ഓട്ടിക്കേണ്ട സമയം, പാർട്ടിയിൽ നിന്ന് ഓട്ടിക്കേണ്ട സമയം കഴിഞ്ഞു. പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരുടെ ഫണ്ട് കിട്ടി കോടികൾ സംഭാവന പിരിച്ച് അതും പുട്ടടിച്ച് നടക്കുന്ന ഒരാൾ എന്നുള്ളതിലുപരി ആ പാർട്ടിയെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ആ പാർട്ടിയെ ഇത്തരത്തിലുള്ള പെട്ടുപോയ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനോ യാതൊരു നീക്കവും ഇല്ല. മാത്രമല്ല ആ പാർട്ടിയെ വീണ്ടും പടുകുഴിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് MV ഗോവിന്ദൻ. ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബംഗാളിനേക്കാൾ ത്രിപുരയേക്കാൾ വേഗത്തിൽ കേരളത്തിലെ പാർട്ടി നശിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എത്രയും വേഗം അതിലുള്ള പാവപ്പെട്ട CPM അണികൾ MV ഗോവിന്ദനെ വോട്ടിച്ചില്ലെങ്കിൽ ഈ പ്രസ്ഥാനം ചരിത്രത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതായിരിക്കും സത്യം. സാർ, ഇപ്പോൾ പിണറായി വിജയനും MV ഗോവിന്ദനും എതിരായി CPM-നകത്തൊരു അച്ചുതണ്ട് തന്നെ രൂപം കൊള്ളുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. നമ്മളുൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം അത് ചർച്ചയാക്കി കഴിഞ്ഞിരിക്കുന്നു, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് MV ഗോവിന്ദൻ ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് സ്വയം കുഴി തോണ്ടുന്ന അവസ്ഥയിലേക്ക് G സുധാകരനെ പോലും പ്രകോപിപ്പിച്ചിരിക്കുന്നത്. TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും G സുധാകരനുമെല്ലാം ജനകീയ പിന്തുണയോടുകൂടി ജയിച്ചു വന്ന MLA-മാർ തന്നെയാണ്. ഇവർ തളിപ്പറമ്പിൽ ഉണ്ടായ പാർട്ടിയുടെ അപജയത്തിന് ഏക ഉത്തരവാദി MV ഗോവിന്ദനാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ MV ഗോവിന്ദൻ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് TK ഗോവിന്ദനും അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോയ ആളുകളെല്ലാം വർഗവഞ്ചകരാണെന്ന് എടുത്തു പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ വർഗവഞ്ചകൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയെ ഒറ്റുകൊടുക്കുന്നവനാണ്. പാർട്ടിയുടെ സിദ്ധാന്തങ്ങളെയും തത്വങ്ങളെയും മനസ്സിലാക്കാതെ അണികളെ നേർവഴിക്ക് നയിക്കാതെ തൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന നേതാക്കന്മാരാണ് പാർട്ടിയുടെ യഥാർത്ഥ വഞ്ചകൻ എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് G സുധാകരൻ സംസാരിച്ചത്. ഇവിടെ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ MV ഗോവിന്ദനെ അക്ഷരാർത്ഥത്തിൽ G സുധാകരൻ കൊല്ലുകയായിരുന്നില്ല, കൊല്ലാക്കൊല്ല ചെയ്യുന്ന തരത്തിലാണ് ഒരു മനുഷ്യനെ എത്രത്തോളം ചിത്രവധം ചെയ്യാൻ സാധിക്കും, അയാളുടെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ വിവസ്ത്രനായി നിർത്തുക എന്നുള്ളതാണ് G സുധാകരൻ അതിലൂടെ കാണിച്ചത്. ആ സമയത്ത് പോലും പിണറായി വിജയൻ എന്ന നേതാവിനോട് ഒരു മിതത്വം പാലിക്കാനും അല്ലെങ്കിൽ ബഹുമാന പുരസ്സരം സംസാരിക്കാനും G സുധാകരൻ ഒരു മാന്യത കാണിച്ചു, രാഷ്ട്രീയ മാന്യത കാണിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇവിടെ MA ബേബിയുടെ നേതൃത്വത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു അച്ചുതണ്ട് P രാജീവും സ്വരാജും ജയരാജന്മാരും PK ശ്രീമതിയും ശൈലജ ടീച്ചറും അടങ്ങുന്ന ഒരു പറ്റം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പിണറായിക്കും MV ഗോവിന്ദനും എതിരെ നീങ്ങുമ്പോൾ ഇനി ഏത് തരത്തിലുള്ള പ്രതിവാദങ്ങൾ കൊണ്ടും CPM-നകത്ത് ഇവർക്ക് സ്ഥാനമുറപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതും ഏറെക്കുറെ വ്യക്തം തന്നെയല്ലേ. അതായത് പാർട്ടിയിലെ നേതാക്കന്മാർ അണികളും കൂടി അടിച്ചോടിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പരസ്യമായി മാപ്പ് പറയുകയാണ് വേണ്ടത്. ഈ 10 വർഷം കൊണ്ട് കേരളത്തിലെ പാർട്ടിയെ നശിപ്പിച്ചതിന് പരിപൂർണ ഉത്തരവാദികളായ 2 പേർ പരസ്യമായി ഉടുതുണിയില്ലാതെ നിൽക്കുകയാണ് ഇപ്പോൾ. ഈ സന്ദർഭത്തിൽ ഉളുപ്പിൻ്റെ ഒരു അംശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ച് MV ഗോവിന്ദൻ രാജിവെച്ച് പരസ്യമായി മാപ്പ് പറയുക, ഇനി ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറയുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം എന്നുള്ളതാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് CPM-നുള്ളിൽ അപജയങ്ങളെക്കുറിച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസ്ഥാനം നന്നാവാൻ വേണ്ടിയിട്ടാണ്, ആ പ്രസ്ഥാനം നശിക്കരുതെന്ന ആഗ്രഹത്തോട് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അതിനെ സമ്പൂർണ്ണമായി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് MV ഗോവിന്ദനും പിണറായി വിജയനും ശ്രമിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞിരിക്കുന്ന അതിൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാർ അവർ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു. അവരെ പകരം ഗോവിന്ദനെയും, അതായത് തളിപ്പറമ്പിൽ നിന്ന് ജയിച്ച TK ഗോവിന്ദനെയും അതേപോലെ V കുഞ്ഞികൃഷ്ണനെയും അതേപോലെ G സുധാകരനെയും വിരളി പിടിപ്പിക്കുമ്പോൾ അവർ കൂടുതൽ സ്ട്രോങ് ആയി പച്ചയ്ക്ക് സത്യം വിളിച്ചു പറയുകയാണ്. അത് ഉടുതുണിയില്ലാതെ നിൽക്കുന്ന MV ഗോവിന്ദൻ്റെയും അതേപോലെ പിണറായി വിജയൻ്റെയും ചിത്രമാണ് നമ്മളെ മുന്നിലേക്ക് ഇട്ട് തരുന്നത്. അവർ എത്രമാത്രം വലിയ കള്ളന്മാരാണെന്നാണ് ശരിക്കും G സുധാകരനും അതേപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പാർട്ടിയെ നശിപ്പിച്ച വർഗവഞ്ചകർ ഇവരാണ് എന്നാണ് യഥാർത്ഥത്തിൽ പറഞ്ഞത്.